ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണ്. അപ്പം ഗാർഡനിങ് ഇറങ്ങി പണി ചെയ്യാൻ മേലാത്തതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ നമ്മൾ ഡിസ്പോസിബിൾ കുപ്പിയിൽ എങ്ങനെയാണ് ഞാൻ ചെടി വെക്കുന്നതെന്നുള്ളതാണ്. എൻ്റെ മെയിൻ ടൂളാണ് ഈ പിച്ചാത്തി. നമ്മൾ ലൈറ്റർ മേടിച്ചപ്പം കിട്ടിയതാണ്. ഇത് എൻ്റെ കയ്യിലൊരു 6-7 വർഷമായിട്ടുണ്ട്. ഇത് വെച്ചാണ് ഞാൻ എല്ലാ കുപ്പിയും മുറിക്കുന്നതും ഷേപ്പാക്കുന്നതും. എന്നോടൊപ്പം എല്ലാവരും ചോദിക്കും ഈ കുപ്പിയൊക്കെ എങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ അത് ഇന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഷാമ്പു മേടിക്കുന്ന ഈ ലോഷനൊക്കെ മേടിക്കുന്ന കുപ്പിയാണ്. അതിൻ്റെ ആ സ്റ്റിക്കറെല്ലാം ഇളക്കിയിട്ട് അതിങ്ങനെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തു. അപ്പം ഞാൻ ഇതിനകത്ത് സൈഡ് ഇങ്ങനെ വി പോലെ കട്ട് ചെയ്യുമ്പം അതും ഒരു ഡിസൈനായിട്ട് വരും. അതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരേപോലത്തെ ഒരു 5-6 കുപ്പികൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അതെന്തോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുപ്പികൾ കൂട്ടി വെച്ച് ഇപ്പോൾ ഇത് കുറേ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോ അതാക്കാം. അപ്പോൾ കുറേ സ്പേസും ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെടി വെക്കണം. ഇത് പെയിൻറ്റിങ് ചെയ്താൽ നല്ലതാണ്. ഞാൻ ഈ മാർക്കർ പെണ്ണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കുപ്പികൾ വരച്ച് വെച്ചിട്ടുണ്ട്, ഓരോന്നിലും ഓരോരോ ഡിസൈന്. ഇതൊന്ന് പൗഡറിൻ്റെ കുപ്പി. ഇതെൻ്റെ മാത്രമല്ല, ഇവിടെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഓരോരോ സാധനം എനിക്കിങ്ങനെ കളക്ട് ചെയ്ത് തരുന്നതാണ്. ഇതിങ്ങനെ നമ്മൾ ചെടി വെക്കാനോ പെൻ സ്റ്റാൻഡായിട്ടോ അല്ലേ നമ്മൾ കിച്ചണിൽ സ്പൂൺ ഇട്ട് വെക്കാനോ അങ്ങനെ എന്തോത്തിനും വേണേലും ഉപയോഗിക്കാം. പെയിൻറ്റിങ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ മാർക്കർ പെണ്ണ് വെച്ച് വരച്ച ഒരു കാര്യം, അത് പെട്ടെന്ന് പോകത്തില്ല. എണ്ണമയം പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും, അല്ലാതെ വെള്ളമൊന്നും ആയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ഒരു ടാലൻ്റ് അത് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പം ഞാൻ ഡിസ്പോസിബിൾ കുപ്പിയാണെങ്കിലും ഒന്നൊന്നും ഓരോ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുന്നതാണ്. എവിടെ കുറച്ച് 2-3 ചെടി വെക്കാൻ സ്പേസ് കിട്ടുന്നോ അവിടെയെല്ലാം മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും ചെടി വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാ കുപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു 6 കുപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം ഓരോ രീതിയിൽ കട്ട് ചെയ്ത് പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഹോളിട്ടിട്ട് മണ്ണ് നിറച്ച് വെക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അഗ്ലോണിമ ചെടിയുടെ 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതെല്ലാം വെള്ളത്തിലിട്ട് വെക്കാനാണ്, മണ്ണിൽ വയ്ക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാനിത് ഇൻഡോറായിട്ട് ജനലിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഭിത്തിയിലെല്ലാം ആകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്പം മണ്ണിൽ വയ്ക്കുന്നില്ല, ഇപ്പോൾ വെള്ളത്തിലിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഗ്ലോണിമയിൽ തന്നെ ഒരു 4-5 വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇതെല്ലാം വെള്ളത്തിലിട്ട് വേരായി കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരെണ്ണം മാത്രം നേരത്തെ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. മണ്ണിൽ വെച്ചപ്പം പിടിച്ചില്ല. അപ്പം ഞാൻ വെള്ളത്തിലിട്ടപ്പം നല്ലപോലെ വേര് കിളുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് 2-3 ഇടത്ത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി പിടിക്കുന്ന അഗ്ലോണിമ എൻ്റെ കയ്യിൽ അധികം പിടിക്കത്തില്ല, എന്തുവാന്ന് എനിക്കറിയത്തില്ല. വലിയ കെയറൊന്നും ഇല്ലാത്ത ലിപ്സ്റ്റിക് പ്ലാന്റും നമ്മുടെ വാടാമുള്ളയും അതൊക്കെ ഞാൻ വെച്ചിട്ട് അത് പിടിച്ച് കിട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാതെ വെറൈറ്റി കുറേ ഉണ്ട്, അതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. പക്ഷേ ഇതൊക്കെ അങ്ങ് പിടിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, എന്തുവാണെന്നറിയത്തില്ല. നമ്മൾ വാടാമുള്ളയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒറ്റ ഒരെണ്ണം പിടിച്ച് നിന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സിങ്കൊക്കെ വെച്ചു. അതിൻ്റെ മേലിൽ ഒരു ചെറിയ ജനലുണ്ട്. ആ സ്പേസ് ഫില്ലപ്പ് ചെയ്യാനാണ് ഇന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ അഗ്ലോണിമയുടെ വെറൈറ്റി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിൽ വെച്ച് നോക്കാം. ഇപ്പോൾ 2-3 കാര്യം ചെയ്തതിൻ്റെ തൃപ്തി. ചെടി വെച്ചു, പടം വരച്ചു, ക്രാഫ്റ്റ് ചെയ്തു, എല്ലാം കൂടെ ഞാൻ ഹാപ്പിയാണ്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.